channel Epic Code Plays. This is Hanif Nawaz signing in. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫോൾഡർ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മളുടെ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഫോൾഡേഴ്സൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊക്കെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോൾഡർ സ്ട്രക്ചർ കീപ്പ് ചെയ്യുമ്പോൾ ഫോൾഡർ സ്ട്രക്ചർ നമ്മളുള്ളത് നല്ലതായിരിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫോൾഡർ ഫയലും കൂടിയാണ്. ഫയലിൻ്റെ അത് വേറെ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിന് മുന്നേ ഫോൾഡറിൻ്റെ നമുക്ക് പറയാം. ഞാൻ വീഡിയോയിൽ ഇപ്പോൾ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്താൽ അത് എററാണ്. എറർ അല്ലെങ്കിൽ അതൊരു റൂളിനെതിരായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നമ്മൾ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇതിനൊരിക്കലും കൊടുക്കരുത്. ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ കീപ്പ് ചെയ്യാം. അപ്പം ഇപ്പോൾ നമുക്ക് അത് ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ ഈ ന്യൂ ഫോൾഡർ ഓക്കെ നമ്മൾ ഇത് സേവ് ചെയ്യുമ്പോൾ ഫോൾഡേഴ്സിനുള്ളിൽ ചിലപ്പോൾ ഇപ്പോൾ ഫോൾഡർ സ്ട്രക്ചർ ഇങ്ങനെയാണെങ്കിൽ ഇതും റൂളിനെതിരാണ്. കാരണം രണ്ട് വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്പേസ് കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് കുറേ പേർക്ക് ഇത് അറിയുന്നതായിരിക്കും. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ആണെങ്കിൽ ഈ ടൈം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഒന്നിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഒരു സ്പേസ് ഇടാണ്ട് അതിൻ്റെ അടുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഹൈഫൺ കൊടുക്കാം. ഇതും കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കിതാ അണ്ടർസ്കോർ കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫോൾഡർ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വെക്കേണ്ടത്. ഇത് തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഫയൽസിനെ കുറിച്ച് പറയാം. നമുക്കൊക്കെ കാണുന്ന ലോകത്തിൽ കുറേ ഫയൽസൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ലാപ്ടോപ്പിലും ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ. അപ്പോൾ ഈ ഫയൽസിനൊക്കെ ഓരോ പേരുണ്ടാവില്ലേ? അപ്പോൾ ഇനി ഞാൻ ഇമേജസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ഇപ്പം ഞാൻ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് റീനെയിം ചെയ്ത് ഒരിക്കലും ഞാൻ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കരുത്. അത് ഫയലായാലും ഫോൾഡറായാലും. ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഡൗട്ട് ആയിരിക്കും, നമ്മൾ വേറെ കുറേ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ആ ആപ്സിൻ്റെ ഫോൾഡറിലൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ആണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പം അത് അവരെങ്ങനെ ചെയ്യുന്നു അതാണ്. ഇത് നമ്മൾ കീപ്പ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. അവര് ക്രിയേറ്റ് ചെയ്ത ആപ്പ് അവരെ ഇഷ്ടത്തിന് അവർ ചെയ്യും. ഇത് നമ്മളെ ലാപ്ടോപ്പ് നമ്മളെ ഫോൾഡർ സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്തിട്ട് അങ്ങ് പോകണം. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ഇമേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 റൂള് ഇതിനും ബാധകമാണ്. സ്പേസ് കൊടുക്കാൻ പറ്റില്ല. സ്പേസ് കൊടുത്താൽ ഇതൊരു ഇമേജേ ആവില്ല. ഇമേജ് ആവും, ബട്ട് സ്പേസ് കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തേത് ഒരു സ്ഥലത്തും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ പാടില്ല. പിന്നെ ഈ ഫയലിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫയലൊക്കെ കുറേ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ hi.png. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഇമേജ് ശ്രദ്ധിച്ചാൽ നോക്കാം, ഈ ഡോട്ട് എന്തിനാ നടുക്ക്? ഈ ഹായ് എന്ന് പറയുന്നതാണ് ഈ ഇമേജ്. അപ്പൊ ഈ ഇമേജിന് ഒരു ഇത് വേണ്ടേ? ഇമേജ് അത് ഇമേജ് ആണെന്ന് കമ്പ്യൂട്ടറിനോ ലാപ്ടോപ്പിനൊക്കെ മനസ്സിലാവണ്ടേ? ഇമേജ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറേ ഇതുണ്ടാവും. നെയിംസ് നമ്മൾ ഈ സൈഡിലായിട്ട് കൊടുക്കും. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നത് അതിൻ്റെ നെയിം, അത് കഴിഞ്ഞിട്ട് ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ
നമുക്ക് നിങ്ങൾ ഫോട്ടോസിൽ ഒക്കെ ശ്രദ്ധിച്ചാൽ കാണുന്നതായിരിക്കും, ഫോണിൽ അങ്ങനെ കാണുന്നതായിരിക്കും, ലാപ്ടോപ്പിലും കമ്പ്യൂട്ടേഴ്സിലും ഒക്കെ കാണുന്നതായിരിക്കും. .png, .jpg, .jpeg, പിന്നെ വീഡിയോസ് ആണെങ്കിൽ .mov, .mp4 അതൊക്കെ കാണും. പിന്നെ ഓഡിയോസ് ആണെങ്കിൽ MP3 അങ്ങനെയൊക്കെ കാണും. അപ്പോൾ അതേപോലെ നമുക്ക് നമ്മളെ HTML-ഉം CSS-ഉം അതൊക്കെ പഠിക്കാനുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനും ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ പേരുണ്ടാവും, പിന്നെ ഡോട്ട് കൊടുക്കും. അതെന്ത് ഫയലാ? HTML ഫയലാണെങ്കിൽ HTML. ഇപ്പം ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഫോൾഡർ കാണിച്ചു തരാം. ഞാൻ ഈ ഹലോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇൻഡെക്സ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ സ്റ്റൈൽ, ഇവിടെ എന്താ ക്രോം HTML ഡോക്യുമെന്റ്, ഇവിടെ എന്താ സ്റ്റൈല് CSS സോഴ്സ് ഫയല്. അപ്പൊ CSS ഡോട്ട് കൊടുത്തോണ്ടാണ് ഈ ഫയൽ മാനേജറിന് എന്ത് മനസ്സിലായത്, ഇത് style.css ആണെന്ന്. അന്നേരം ഇവിടെ ടൈപ്പ് എഴുതി കാണിക്കും നമ്മൾ കൊടുത്ത ഇൻഡെക്സ് ക്രോം HTML ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതെന്താ, അതങ്ങനെയും കാണിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഫോൾഡർ സ്ട്രക്ചർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എപ്പോൾ വേണമെങ്കിലും കോൾ ചെയ്താൽ ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും. അപ്പം ഞാൻ തന്നെയായിരിക്കും അറ്റൻഡ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദിസ് ഈസ് ഹാനി നവാസ് സൈനിങ് ഔട്ട്. ബൈ ബൈ.